الحمد لله الذي أمرنا بالاتباع ونهانا عن الابتداع وأشهد أن لا إله إلا الله الواحد القهار وأشهد أن محمدًا عبده ورسوله النبي المختار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنك ميت وإنهم ميتون. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഖുതുബയിൽ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്ന നിമിഷങ്ങളിൽ, സഫർ മാസത്തിന്റെ അവസാനത്തിലും റബീഉൽ അവ്വലിലെ ആദ്യ ദിവസങ്ങളിലും അനുഭവിച്ച നൊമ്പരങ്ങളെ സംബന്ധിച്ച് കുറച്ചു കാര്യങ്ങളാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും റബീഉൽ അവ്വലിലാണ്, അതിന്റെ തുടക്കത്തിലാണ് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അറബി ഖുത്ബകൾ ഓതുന്ന മിമ്പറിൽ, ഇന്ന് കേരളത്തിലെ നബാത്തിയ ഖുത്ബ ഓതുന്ന മിമ്പറുകളിലും ഈ വിഷയം തന്നെയാണ് ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ കരയേണ്ട മാസമാണ് എന്ന് തുടങ്ങിയ കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ഖുത്ബ, ഈ വെള്ളിയാഴ്ചയും ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ വിഷയങ്ങളാണ്. ഒരു വാക്ക് പോലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാനുള്ളതാണ് എന്ന് ഖുത്ബയിൽ പോലും പറയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. പുലരാൻ മടിച്ചുപോയ മദീനയുടെ പ്രഭാതം, റബീഉൽ അവ്വൽ 12 ആടെന്ന് പറയപ്പെടുന്ന അന്നിന്റെ സുബഹി, ദുഃഖസാന്ദ്രമാണ് മദീന. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മിമ്പറിൽ, മിഹ്റാബിൽ വന്നിട്ട് ദിവസങ്ങൾ കുറച്ചായി. അതിനിടയിൽ ഒരു വക്തിന് വന്ന് തിരിച്ചുപോയതാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നിട്ടില്ല. വിട പറയുന്നതിന്റെ സുബഹിന്റെ ദിവസം രോഗശയ്യയിൽ കിടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് എഴുന്നേറ്റിരിക്കുന്നുണ്ട്. വീടിന്റെ കർട്ടൻ മാറ്റി
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലെ ഒന്നൊഴിയാതെ അണിയണിയായി സഫായി നിൽക്കുന്ന സഹാബത്തിനെ മുത്തറസൂൽ നോക്കുകയാണ്. എന്നിട്ട് കാണാം അവിടെ വതബസ്സമ വല്ലഹിക, അള്ളാന്റെ പ്രവാചകൻ ഒരു പുഞ്ചിരിയോടെ ഒന്ന് ചിരിക്കുന്നുണ്ട്. കഅന്നഹു വറഖത മുസ്ഹഫ്, പ്രവാചകന്റെ മുഖം നല്ല പ്രക്ഷോഭിതമാണ്. ഒരു മുസ്ഹഫിന്റെ ഏട് പോലെ എന്ന് പോലും അതിന് രേഖപ്പെടുത്തപ്പെട്ടത് കാണാം. സഹാബത്ത് ഇങ്ങനെ പ്രവാചകനിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ ശ്രദ്ധ മാറാതിരിക്കാൻ പ്രവാചകൻ ആ കർട്ടൻ മാറ്റി അവിടെ തന്നെ കിടക്കുകയാണ്. പതിവിന് വിപരീതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിരിക്കുന്നതും സഹാബത്തിനെ നോക്കുന്നതും സഹാബത്തിനെ കരുതിയത് അള്ളാന്റെ ഹബീബിന് രോഗത്തിന് ശമനമുണ്ടെന്നാണ്. അതുവരെ അവർ മസ്ജിദ് നബവിയുമായി ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു. എന്നാൽ അന്ന് റസൂലുള്ളാഹി ഇങ്ങനെ സ്വന്തം എഴുന്നേറ്റിരുന്ന് നോക്കുന്നത് കണ്ടപ്പോ മദീനയുടെ പല ഭാഗങ്ങളിലേക്കും അവർ ജോലിക്ക് പോയി. എന്നാൽ അന്നെന്റെ സുബഹിന്റെ സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് കടന്നു വരുന്ന രംഗാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ സ്ത്രീകളല്ലാതെ ബാക്കിയില്ല. മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അള്ളാന്റെ ഹബീബ് വിട പറഞ്ഞത് എന്റെ ദിവസത്തിലാണ്. ഫിയൗമി, എന്റെ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായി ആയിഷ ബിയുടെ വീട്ടിലാണെങ്കിലും കണക്കനുസരിച്ച് ഓരോ ഭാര്യമാരുടെ വീട്ടിൽ മാറി മാറി താമസിക്കുന്ന പ്രവാചകൻ അന്ന് കണക്ക് പ്രകാരം ആയിഷ ബിവിയുടെ കൂടെ താമസിക്കേണ്ട ദിവസമാണ്. എന്റെ ദിവസമാണ്, എന്റെ മടിത്തട്ടിലാണ് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് വിട പറയാൻ അവസാന നിമിഷം ചെലവഴിച്ചത് എന്നാണ്. അവിടെ സ്ത്രീകളല്ലാതെ ബാക്കിയില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് പിടിക്കാനായി ഒരുങ്ങുമ്പോ അളിയനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വരാൻ അദ്ദേഹത്തിന്റെ പോക്കറ്റിലിരിക്കുന്ന അറാഖിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈക്കൊണ്ടിങ്ങനെ ആംഗ്യം കാണിക്കുമ്പോ മുത്തറസൂൽ സിവാക്കിനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി. ആ അറാഖെടുത്ത് ആയിഷ ബീവി തന്റെ വായിൽ വെച്ച് ചവച്ചു പദം വരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ലിങ്ങനെ തേച്ചു കൊടുക്കുമ്പോ ആയിഷ ബീവി പറഞ്ഞു, അവസാനമായി റസൂലുള്ളാഹിന്റെ ഉമിനീരുമായി ചേർന്നത് എന്റെ ഉമിനീരാണെന്ന മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. പ്രിയമുള്ളവരെ, മുത്തുനബിയുടെ റൂഹ് ഇങ്ങനെ പിടിക്കാൻ ആരംഭിക്കുകയാണ്. അള്ളാന്റെ മുത്ത് റസൂലിന് വേദന അസഹ്യമായി വരുന്നുണ്ട്, സഹിക്കാൻ കഴിയണില്ല. കയ്യും കാലും പ്രവാചകൻ മടക്കുകയും നിർത്തുകയും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. തലഭാഗത്ത് വെച്ച വെള്ളത്തിന്റെ പാത്രത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളെ മുക്കി ഹബീബിന്റെ മുഖങ്ങനെ തടവിക്കൊണ്ടേയിരിക്കുകയാണ്. കണ്ട് സഹിക്കാൻ കഴിയണില്ല. കൂടെയുള്ള പൊന്നുമോള് ഫാത്തിമയുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്. ഫാത്തിമ ബീവി പറയുന്നുണ്ട്, വാ കർബ അബാ, എന്റെ വാപ്പാക്ക് എന്തൊരു വേദനയാണ്, എന്റെ വാപ്പാക്ക് എന്തൊരു പ്രയാസമാണ്. കരയല്ല മോളെ ഫാത്തിമ, കരയല്ല മോളെ ഫാത്തിമ, ഇന്നത്തെ കഴിഞ്ഞാൽ വാപ്പാക്ക് വേദനയില്ല മോളെ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ ഹബീബിന്റെ ചുണ്ടുകൾ ഇങ്ങനെ ചലിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസക്കറാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസക്കറാ, മരണത്തിന് അസഹനീയമായ വേദനയുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പോലും ചോദിച്ചു, റസൂലേ, വേദനിക്കുന്നോ നബിയെ, വേദനിക്കുന്നോ നബിയെ? ആയിഷ, ഞാനിപ്പോ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, അലമുത്തുആമുല്ലദീ അകൽതു ഫീ ഖൈബറ, പണ്ട് ഖൈബറിന്റെ മണ്ണിലെ ജൂദസ്രീ തന്ന വിഷത്തിന്റെ ഭക്ഷണമല്ലേ, അതിന്റെ വേദന പോലും ഇപ്പൊ ഞാൻ അറിയുന്നുണ്ട് ആയിഷ. ഇന്നലിൽ മൗതി ലസക്കറ, മരണത്തിന് അസഹനീയമായ വേദനയുണ്ട് ആയിഷ എന്ന് പറഞ്ഞ് അള്ളാന്റെ പ്രവാചകന്റെ കൈകൾ ഇങ്ങനെ മുകളിലേക്ക് ഉയരുകയാണ്. മുത്തറസൂൽ പറയുന്നുണ്ട്, ഫിർ റഫീഖിൽ അഅല, ഫിർ റഫീഖിൽ അഅല, ഫിർ റഫീഖിൽ അഅല എന്ന് പറഞ്ഞ് പ്രവാചകൻ ഹത്താ ഖുബില റൂഹു, അദ്ദേഹത്തിന്റെ ആത്മാവിനെ പിടിക്കപ്പെടുന്നത് വരെ അദ്ദേഹം പറഞ്ഞു ഫിർ റഫീഖിൽ അഅല. മുത്തറസൂൽ ഇങ്ങനെ പറയാ, ഹബീബിന്റെ കൈകൾ ഇങ്ങനെ താഴോട്ട് വീഴുകയാണ്. വിട പറഞ്ഞു പോയി ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ.
ഈ ലോകത്തോട് വിട പറയുകയാണ്. ആകാശലോകമായുള്ള ബന്ധം മുറിയുകയാണ്. വഹീന്റെ നാദം നിലക്കുകയാ. മദീന തളരുകയാ. തളർന്നുറങ്ങുകയാണ് മദീന. അള്ളാന്റെ ഹബീബ് ലോകത്തോട് വിട പറയുകയാണ്. പ്രിയമുള്ളവരെ, കഠിനമായ വേദന തന്നത് ഇന്ന് പോലും അറബി ഖുത്ബയോതുന്ന മിമ്പറുകളിലൂടെ ജനങ്ങളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. വായു തൊറഫിൻ അലൈഹിമാ ജമഅ, ഏത് കണ്ണാടോ ഇത് കേട്ടിട്ട് കരയാത്തത്? വായു നഹീബിൻ അലൈഹിമർതഫഅ, ഏത് കുന്നത കുലജാതന തലയുയർത്താൻ കഴിയുന്നത്? പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന അനുഭവിച്ചു പോയ അവിടുത്തെ വേർപാടിന്റെ റബീഉൽ അവ്വൽ 12 ളുഹാ സമയമാണ്. ജനങ്ങൾ ചാടിക്കളിക്കാൻ തയ്യാറാകുന്നത്, ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നത് എങ്കിൽ അന്നത്തെ സ്വഹാബത്തിന്റെ മാനസികാവസ്ഥ എന്താ അറിയോ? നിങ്ങൾക്ക് അറിയോ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഓടി വരുന്നുണ്ട്. അള്ളാന്റെ ഹബീബിന്റെ ജനാസക്കരികിൽ വന്നിട്ട് മുത്തനബിയോട് സലാം പറയുമ്പോ കൂടെയുണ്ടായിരുന്ന സ്വഹാബി പറയുന്നുണ്ട്, ഉമറെ, മുത്തറസൂൽ വിട പറഞ്ഞിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിന് സഹിക്കാൻ കഴിയുന്നില്ല. ഉമർ റളിയല്ലാഹു പറഞ്ഞു, എന്റെ റസൂൽ വഫാത്തായിട്ടില്ല, കണ്ടില്ലേ എന്റെ റസൂൽ ഉറങ്ങിക്കിടക്കയാ. മൂസ അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയ പോലെ എന്റെ നബി പോയതാണ് എന്ന് ഉമർ റളിയല്ലാഹു പറയുമ്പോഴും ആ സ്വഹാബി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അല്ല ഉമറെ, മുത്തറസൂൽ ഇവിടെ പറഞ്ഞതാണ്. ഉറയിൽ നിന്ന് ഊരിപ്പിടിച്ച വാളുമായിട്ട് പറഞ്ഞു, എന്റെ ഹബീബ് വഫാത്തായി എന്ന് ആര് പറഞ്ഞോ അവന്റെ തല ഞാൻ വെച്ചേക്കില്ലെന്ന് പറയുന്നത് ഉമറാണ്. ഇൽമുള്ള മനുഷ്യനാണ്. സ്വഹാബത്ത് പോലും 2 തട്ടിലേക്ക് മാറി. ഈ സമയത്താണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ല. ദൂരെ നിന്ന് കുതിരപ്പുറത്ത് കടന്നു വരുന്നുണ്ട്. പ്രവാചകന്റെ ജനസക്കരികൾ ഓടി വന്നിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട്, ബി അബി വഅൻത ഉമ്മി യാ നബിയല്ലാഹ്. അറബികളുടെ അങ്ങേയറ്റത്തെ സ്നേഹപ്രകടനമാണെങ്കിൽ ഉമർ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കാണ്. നേരെ മിമ്പറിലേക്ക് ഓടിക്കയറി പറയുന്നുണ്ട്, ജനങ്ങളെ, അല്ലാഹുവിന്റെ മുത്തറസൂൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇന്നക മയ്യിതൂൻ ഇന്നഹും മയ്യിതൂൻ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ പറയുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ 2 ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു തളർന്നിരിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വല്ലാതെ തളർന്നു കരഞ്ഞ ദിവസമാ. സ്വഹാബത്ത് ഇതുപോലെ വിഷമിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ല. ആ സമയമാണ് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നത്, റാലി നടത്തുന്നത്, ആഘോഷങ്ങളിലേക്ക് ആറാടുന്നത് എന്നുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഹബീബിന്റെ വേർപാട് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന ഹദീസിൽ അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മാജ ഉദ്ധരിക്കുന്ന 1300 നമ്പർ ഹദീസാണ്. ഒക്കെ അന്ന് അത്രത്തോളം സങ്കടം ഉണ്ടായിരുന്നു. ബിലാല് പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ മറമാടിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു യാത്ര പറയാൻ വരെ ഒരുങ്ങി. റസൂലില്ലാത്ത മദീന കാണാൻ വയ്യ, ഞാൻ ഈ മദീനയിൽ നിൽക്കില്ല, പോകല്ലേ ബിലാൽ, നീ കൂടെ ഞങ്ങളോട് വിട പറഞ്ഞാലോ എന്ന് പോലും സ്വഹാബ പറയുന്നുണ്ട്. അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ റസൂലില്ലാത്ത മദീന നിൽക്കാൻ റസൂലുള്ളാഹിന്റെ ശബ്ദമാധുര്യത്തിന് കഴിയണില്ലായിരുന്നു. അദ്ദേഹം പോലും ആ നാട് വിട്ടു. ആ ദിവസമാണ് ഒരാഘോഷത്തിന് തയ്യാറെടുക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു ജന്മദിനാഘോഷം നമുക്ക് വേണ്ട എന്ന് ശക്തമായി പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഒന്ന്, അടിസ്ഥാനപരമായി ആരുടെ ജന്മദിനമാണെങ്കിലും അള്ളാന്റെ ദീനിൽ അത് ഹറാമാണ്, അത് പാടില്ലാത്ത വിഷയമാണ്. ജൂതന്മാർ ഫറോമാരെ ദൈവമായി ചിത്രീകരിക്കാൻ കൊണ്ടുവന്നതാണ് എന്ന് ഒരുപാട് ആ മേഖലയിലാണ് ജന്മദിനം പോലും കടന്നു വരുന്നത് എന്നുള്ളതാണ്. ജൂതമതത്തിലും ക്രിസ്തുമതത്തിലുമായി ഒരു ദൈവാവതാരം കൊടുത്തു കൊണ്ടുവരുന്നതാണെന്ന് എൻസൈക്ലോപീഡിയ ജൂതായിക്, അതുപോലെ തന്നെ കത്തോലിക് എൻസൈക്ലോപീഡിയ, ദി വേൾഡ് ബുക്ക് എൻസൈക്ലോപീഡിയ തുടങ്ങി ഒരുപാട് മേഖലകളിൽ അതിന്റെ റഫറൻസുകളെ കാണാൻ സാധിക്കും.
ദൈവമായി കണ്ട് അവരുടെ ജന്മദിനങ്ങളെ കണ്ട് ഇസ്ലാമിൽ അതില്ല. ആരുടെയും ബർത്ത്ഡേ ഇസ്ലാമിൽ ഇല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അനുവാദമുണ്ടാകുമോ മതത്തിൽ? ഒരിക്കലും ഇല്ലല്ലോ പ്രിയമുള്ളവരെ, ഒരിക്കലും ഇല്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണത് ഇസ്ലാം മതത്തിൽ കടന്നു വരുന്നത്? അള്ളാന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിലല്ല, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലല്ല, താബീങ്ങളുടെ കാലഘട്ടങ്ങളിലല്ല. ഹിജറ 300-ാം വർഷത്തിലൂടെ ഭരണം നടത്തിയ ഫാത്തിമിയ ഖിലാഫത്തിന്റെ കാലഘട്ടങ്ങളിൽ മുല്ല ഉമർ എന്ന് പറയുന്ന പച്ച ഷിയ വിശ്വാസിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷങ്ങളെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. പിന്നീട് ഹിജറ 604 ഇർബലിന്റെ ഭരണാധികാരി മുളഫർ എന്ന് പറയുന്ന രാജാവ് കുറച്ചു ജനകീയമായിട്ടതിനെ ആഘോഷിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇതെല്ലാവരും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, നബിയോട് ഏറ്റവും സ്നേഹമുണ്ടായിരുന്ന സഹാബ അവരാഘോഷിച്ചിട്ടില്ല. ഇനി നിങ്ങൾ നോക്ക്, എന്തുകൊണ്ട് ആഘോഷിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ജനിച്ചു എന്നുള്ളത് പോലും അടിസ്ഥാനപരമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇല്ല. ഇപ്പൊ ഈ റബീഉൽ അവ്വൽ മാസാണെന്ന് പറഞ്ഞ് വീടുകളിലൊക്കെ നബിദിനം ആഘോഷിക്കാം, മൗലിദ് പാരായണങ്ങൾ നടക്കുമ്പോ ആ മൗലിദിനിടയിൽ പോലും പറയുന്നൊരു വരിയുണ്ട്, നോക്കേ, واختلف في عام ولادته وفي شهرها وفي يومها من العلماء التاريخ المروية. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിലെ, വർഷത്തിലെ, മാസത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഒരു പുണ്യകരമായിരുന്നെങ്കിൽ, ജന്മദിനാഘോഷം നേരത്തെ ഉണ്ടാകുമായിരുന്നെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നു വരില്ല എന്നുള്ളതാണ്. ഇനി പ്രിയമുള്ളവരെ, അത് 300 കൊല്ലത്തിന് ശേഷം വന്ന പുത്തൻ ആചാരമാണ് എന്ന് പറഞ്ഞ ആളുകൾ മഹാനായ ഇമാം താജുദ്ദീൻ അൽ ഫാക്കിഹാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്നാ. അല്ലാഹുവിന്റെ ഖുർആനിലോ പ്രവാചകന്റെ ചര്യയിലോ യാതൊരു അടിസ്ഥാനവും ഞാൻ കാണുന്നില്ല. ബൽ ഹുവ ബിദ്അ, എന്നാലത് പുത്തനാചാരമാണ്. ഇത് പുത്തനാചാരമായി കടന്നു വന്നതാണ്. അദ്ദേഹം പറയാണ്, അതുകൊണ്ട് പ്രാധാന്യം പിടിച്ചവർ ദേഹേച്ഛക്കാരും മടിയന്മാരുമായ ആളുകളാണിത് കൊണ്ടുവരുന്നത്. ചില ഭക്ഷണപ്രിയരായ ആളുകൾ അതുകൊണ്ട് പ്രാധാന്യം പിടിച്ചതാണ്. എന്നിട്ട് ഇമാം ഫാക്കിഹാനി പറയാണ്, അതിന്റെ 5 വിധികളിൽ അതിന്റെ വിധി ഏതാണെന്ന് ചോദിച്ചാൽ ഹറാമാണ്, അതല്ലെങ്കിൽ കറാഹത്താണ്. ഇതല്ലാത്തൊരു വിധി പറയാൻ സാധ്യമല്ല. എന്നിട്ട് ഇമാം താജുദ്ദീനുൽ ഫാക്കിഹാനി പറയാണ്, നാളെ അല്ലാഹുവിന്റെ മുമ്പില് എന്നെ പിടിച്ചു നിർത്തി ചോദിച്ചാലും വഹാദാ ജവാബി ബൈന യദയില്ലാഹി അസ്സ വജല്ല ഇൻ അൻഹു സുഇൽതു, ഇതിനെപ്പറ്റി റബ്ബിനോട് ചോദിക്കുന്നുവെങ്കിൽ ഈ മറുപടി തന്നെയാണ് അള്ളാന്റെ മുമ്പിലും എനിക്ക് പറയാനുള്ളത്. അത് ഹറാമാണ്, അത് കറാഹത്താണ്. ഖുർആനിലില്ല, ഹദീസുകളില്ല, പുത്തൻ ആചാരമാണ്. നിങ്ങൾ നോക്ക്, പള്ളി ദർസുകളിൽ ഓതി പഠിക്കുന്ന ഫത്ഹുൽ മുഈനിന്റെ ഹാഷിയ സയ്യിദ് ബക്കറിയുടെ ആനത്തു ത്വാലിബീൻ, അതിനദ്ദേഹം പറയാൻ അന്ന അമലുൽ മൗലിദി അന്ന അസ്ലുൽ മൗലിദി ബിദ്അ, അതിന്റെ അടിസ്ഥാനം ബിദ്അത്താണ്. ലം തുൻകൽ അഹദിൻ മിന സലഫ് സ്വാലിഹീന മിൻ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ട് വരെ ജീവിച്ച സച്ചരിതരായ പൂർവികരിൽ നിന്ന് കടന്നു വന്നതല്ല. പ്രിയമുള്ളവരെ, ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനിയും ഇതേ ഇബാറത്ത് തന്നെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 3 നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്ന സച്ചരിതരാര, ഈ റബീഉൽ അവ്വൽ 12 ആഘോഷിക്കാത്തവരാര? മുത്തറസൂല് പറയുന്നുണ്ട്, ഖൈറുക്കും കർണി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ജനങ്ങളിൽ ഉത്തമർ എന്റെ നൂറ്റാണ്ടാണ്, പിന്നെ അതിനോടെടുത്ത് വരുന്നവരാണ്, പിന്നെ അതിനോടെടുത്ത് വരുന്നവരാണ്. അങ്ങനെ പുതുതായി കടന്നു വന്ന പുത്തൻ ആചാരമാണ് എന്ന് പറഞ്ഞത് കേവലം നിസ്സാരമായ ആളുകളല്ല. പ്രിയമുള്ളവരെ, അൽ ഹാഫിദ് അബുൽ ഖൈർ സഖാവി, അമാദുദ്ദീൻ ഇബ്നു കസീർ, താജുദ്ദീൻ അൽ ഫാക്കിഹാനി, ഇബ്നു ഹാജുൽ മാലിക്കി, ഇബ്നു ഹജർ അൽ അസ്കലാനി, മൗഹൂബ് ഇബ്നു ഉമർ അൽ ജസരി അഷ്ശാഫിഈ, സയ്യിദ് ബക്കരി, അങ്ങനെ തുടങ്ങിയ പ്രഗൽഭരായ ഒരുപാട് ആളുകൾ, അബൂ ഷാമ അസ്സുർഖാനി, ഷാത്തിബി തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാർ ഇത് പുത്തൻ ആചാരമാണ്, പുതുതായി കടന്നു വന്നതാണ് എന്ന് രേഖപ്പെടുത്തപ്പെടുകയാണ്. ഇനി പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്, 3 നൂറ്റാണ്ട് വരെ പരിചയമില്ല. പിന്നെ ആര് കൊണ്ടുവന്നു? ഇസ്ലാമിനോട് മഹബത്തുള്ളവരല്ല, അള്ളാന്റെ കഅബാലയത്തിൽ നിന്ന് ഹജറുൽ അസ്വദിനെ മോഷിച്ചു കൊണ്ടുപോയ ഷിയാക്കൾ.
അവരത് വാങ്ങിവെച്ചപ്പോ അമ്പ് ചെയ്ത് ഹജറുൽ അസ്വദിനെ 7 കഷ്ണമാക്കിയതും ഈ ഫാത്തിമിയാക്കലാണ്. അവർ തുടങ്ങിയത് എങ്ങനെയാണ് ഇസ്ലാമിൽ ഒരു അടിസ്ഥാന ആചാരമായിട്ട് മാറുക. ഒന്നുമല്ലെങ്കിൽ അത് ആഘോഷിച്ച ആളുകളും ആഘോഷിക്കാത്ത ആളുകളെയും ഒന്ന് വേർതിരിച്ച് പഠിച്ച പോരെ. റബീഉൽ അവ്വൽ 12 ആഘോഷിച്ചിരുന്ന ആളുകളിൽ ഇവരൊക്കെ പറയും റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിച്ചത് അബൂലഹബാണ്. അബൂലഹബിനെ പറ്റി അല്ല പറഞ്ഞത് തബ്ബത് യദാ അബീ ലഹബിൻ വച്ചബ്, അബൂലഹബിന്റെ ഇരുകരങ്ങൾ നശിക്കട്ടെ. പിന്നെ മുല്ല ഉമർ എന്ന ഷിയാൻ, മുദഫർ രാജാവാൻ, ഫാത്തിമിയാക്കലാണ്, ഉബൈദിയാക്കലാണ്. അവരൊക്കെ ഇസ്ലാമിന്റെ അന്യമാണ്. ഇനി റബീഉൽ അവ്വൽ 12 കൊണ്ടാടാതിരുന്ന ആളുകളില്ലേ? മഹാനായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും ആഘോഷിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും, അങ്ങനെ സഅദ്, സഈദ്, സുബൈർ റളിയല്ലാഹു അൻഹും സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ, ബദറിന്റെ സഹാബാക്കൾ, ഉഹുദിന്റെ സഹാബ, പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ, ഷാഫി ഇമാം, ഹനഫി ഇമാം, ഹംബലി ഇമാം, മാലികി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ, ഈ പ്രഗൽഭരായ ഒരു പണ്ഡിതന്മാരും അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഒരിക്കൽ പോലും ആഘോഷിച്ചിട്ടില്ല. ഇല്ല. ഇവർക്കാർക്ക് മുത്തുനബിയോട് സ്നേഹമല്ലേ? അള്ളാന്റെ ഹബീബിനോട് ഇഷ്ടമല്ലേ? നോക്ക് പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞ് ഭരണം നടത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വർഷക്കാലവും 6 മാസക്കാലവും ഭരണം നടത്തുന്നുവെങ്കിൽ മിനിമം 2 റബീഉൽ അവ്വലെങ്കിലും കടന്നുപോയപ്പോ ഒന്നുപോലും ആഘോഷിച്ചിട്ടില്ലെങ്കിൽ ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് നബിയോട് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റോ? ഹിജ്റയാത്രയിലൂടെ റസൂലുള്ളാഹിന്റെ മുമ്പിലൂടെ പിന്നിലൂടെ മാറി മാറി നടക്കാണ്. നബിയെ മുന്നിലൂടെ നടക്കുമ്പോ ഭയമാണ് പിന്നിൽ നിന്ന് ശത്രുക്കൾ ആക്രമിച്ചാലോ. പിന്നിലൂടെ നടക്കുമ്പോ ഭയമാ മുന്നിൽ നിന്ന് ശത്രുക്കൾ ആക്രമിച്ചാലോ. മനസ്സമാധാനമില്ല നബിയേ. സൗർ ഗുഹയിലൂടെ കടന്നു വരുമ്പോ സ്വന്തം ശരീരത്തിന്റെ വശങ്ങളെ പിച്ചു തീന്നുന്നത് ആ ഗുഹയുടെ ദ്വാരങ്ങൾ അടച്ചു വെക്കാനാണെങ്കിൽ, അള്ളാന്റെ ഹബീബിനെ ക്ഷുദ്രജീവികൾ ആക്രമിക്കുമോ എന്ന ഭയം കൊണ്ടാണെങ്കിൽ, ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു കാരക്ക പോലും റബീഉൽ അവ്വൽ 12ന്റെ പേരിൽ ചെലവഴിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് നബിയോട് ഇഷ്ടമില്ലാതെ പറയാൻ പറ്റോ? അത് കഴിഞ്ഞ് ഭരണം നടത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 റബീഉൽ അവ്വലെങ്കിലും കടന്നുപോയിട്ടുണ്ട്. ഒന്നുപോലും ആഘോഷിച്ചിട്ടില്ലെങ്കിൽ അള്ളാന്റെ ഹബീബ് വഫാത്തായി എന്ന് പറയുന്നവന്റെ തല ഞാൻ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ നൊമ്പരപ്പെട്ടു പോയ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് നബിയോട് ഇഷ്ടമില്ല എന്ന് പറയാൻ പറ്റോ? അത് കഴിഞ്ഞ് ഭരണം നടത്തിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ 2 പുത്രിമാരെ വിവാഹം കഴിച്ച, എന്തിന്റെ പേരിൽ? ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിലോ ത്വലാഖ് ചൊല്ലപ്പെട്ട പ്രവാചകന്റെ മകളെ വിവാഹം കഴിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരുപാട് ചെലവഴിക്കുന്ന ആളാണ്. റബീഉൽ അവ്വൽ 12ന്റെ പേരിൽ ചെലവഴിച്ചിട്ടില്ലെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് മുത്തുനബിയോട് ഇഷ്ടമില്ല എന്ന് പറയാൻ പറ്റോ? അത് കഴിഞ്ഞ് ഭരണം നടത്തിയ അലി റളിയല്ലാഹു അൻഹു അള്ളാന്റെ ഹബീബിന്റെ വീട് ശത്രുക്കൾ ഇങ്ങനെ വളയുമ്പോ എന്റെ വിരിപ്പിലൊന്ന് കിടക്കുമോ എന്ന് ചോദിക്കുമ്പോ കിടക്കാൻ ഞാൻ തയ്യാറാണ് നബിയേ എന്ന് പറഞ്ഞ ജീവൻ വരെ സമർപ്പിക്കാൻ തയ്യാറായ അലി റളിയല്ലാഹു അൻഹു ഭരണകാലഘട്ടങ്ങളിലൂടെ ഒരു റബീഉൽ അവ്വൽ പോലും കൊണ്ടാടിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിനും നബിയോട് ഇഷ്ടമില്ല എന്ന് പറയാൻ പറ്റുമോ? അത് കഴിഞ്ഞ് നോക്ക്, ഏറ്റവും അധികം സ്നേഹിച്ചവർ റസൂലുള്ളാഹിനെ ഇതുപോലെ സ്നേഹിച്ച ആരുമില്ല. ഉഹദിന്റെ രണഭൂമിയിൽ റസൂലുള്ളാഹിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചത് മഹാനായ തൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹം വലത് കൈയിൽ പോരാടി ഇടത് കൈയിൽ റസൂലുള്ളാഹുണ്ട്. ആ കൈക്ക് വെട്ടേൽക്കുമ്പോ വാൾ ഇടത് കൈയിലേക്ക് മാറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. 70ഓളം വെട്ടും കുത്തും ശരീരത്തിൽ ഇങ്ങനെ ഏൽക്ക മുത്തുനബിയെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ദൂരെ നിന്ന് ശത്രുക്കൾ അമ്പെയ്യാനൊരുങ്ങുമ്പോ അവരെയും ഏതമ്പാകട്ടെ എന്റെ റസൂലിന്റെ ശരീരത്തിൽ തറക്കൂല, അങ്ങയുടെ നെഞ്ചിന്റെ താഴെ ത്വൽഹത്തിന്റെ നെഞ്ചുണ്ട് നബിയേ എന്ന് പറഞ്ഞ ത്വൽഹ റളിയല്ലാഹു അൻഹു. എന്റെ നബിയോട് ഇഷ്ടമില്ലാത്തോണ്ടാണോ? റസൂലില്ലാത്ത മദീന കാണാൻ വയ്യാന്ന് പറഞ്ഞ നാട് വിട്ട ബിലാൽ
ശബ്ദമാധുര്യം ഒരു ഈരടി പോലും നടത്തിയില്ലല്ലോ. സ്നേഹമില്ല എന്ന് പറയാൻ പറ്റോ? മദീനയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് കടന്നു വരുമ്പോ അന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാൽ ഒന്ന് ബാങ്ക് കൊടുക്കോ, ഒന്ന് ബാങ്ക് കൊടുക്കോ. അദ്ദേഹം പറയും, എനിക്ക് കഴിയില്ല. ഖലീഫയുടെ നിർബന്ധത്തിന് വഴങ്ങുമ്പോ ബിലാല് ബാങ്ക് കൊടുക്കാൻ ഒരുങ്ങുമ്പോ ബിലാലിന്റെ മധുര ശബ്ദം മദീനയുടെ തെരുവോരങ്ങളിൽ ഒഴുകുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന ബിലാലിനെ പറയാൻ കഴിയണില്ല. ബിലാലിന്റെ കണ്ടത്തിന് കനം പോരാ. ബിലാലിന്റെ കണ്ണ് നിറഞ്ഞൊലിക്കുന്നുവെങ്കിൽ ആ ബിലാലിന്റെ ഓരോ റബീഉൽ അവ്വലുകൾ ഇങ്ങനെ വരുമ്പോ എന്റെ ഹബീബിന്റെ മദ്ഹാണ്. ഇത്രയും ശബ്ദം തന്നില്ല റബ്ബ്, എന്നിട്ടും ആ ബിലാല് പാടിയിട്ടില്ല. അറിയോ നിങ്ങൾക്ക്, അറബികളുടെ സൽക്കാരങ്ങളിൽ വരക്കപ്പുറത്ത് നിന്ന് പാടാൻ മാത്രം വിധിക്കപ്പെട്ടവൻ അള്ളാന്റെ ഹബീബ് ഇങ്ങനെ ചേർത്ത് പിടിച്ച സ്ഥാനം കൊടുത്തത്, എന്റെ ഉമ്മാക്ക് ശേഷം എന്നെ ചേർത്ത് പിടിച്ചത് എന്റെ നബിയാണെന്ന് പറഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹു ഇല്ലേ? അവർക്കൊന്നും ഇഷ്ടമല്ലായിട്ട, അവർക്കൊന്നും സ്നേഹമില്ലായിട്ട ഇല്ലേ? പ്രിയമുള്ളവരെ, അള്ളാന്റെ ദീനിൽ അങ്ങനൊന്നും ഇല്ലാത്തോണ്ട് അല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആരിൽ നിന്നത് കടന്നു വരണേ? റസൂലിന്നല്ല, സഹാബത്തെന്നല്ല. 4 സൂറത്തു നിസായിലെ 115 ആയത്ത്, വമയ്യു ഷാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. അല്ലാഹുവിന്റെ റസൂൽ ഒരു പാത പഠിപ്പിച്ചിട്ട് ആ മാർഗം വിട്ട് സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗത്തെ പിന്തുടർന്നാൽ തിരിഞ്ഞെടുത്ത കള്ള തിരിച്ചുവിടുന്ന ഇസ്ലാമിൽ ഇന്ന് പോലും നമ്മുടെ നാട്ടിൽ ഉസ്താദുമാര് പ്രസംഗിക്കും, ഇനി ഈസാ നബിയുടെ ജന്മദിനം കൂടെ വേണമെന്ന് നഊദു ബില്ലാഹ്. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ, ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ആലോചിച്ച് ആ ക്രിസ്തുമതത്തിനോട് ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ഫീ ജുഹൂരി റബ്ബിൽ ലതബിഅതുമൂഹും. ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അവരെ നിങ്ങൾ പിന്തുടരുന്നാൽ, അവരെങ്ങാനും ഉടുമ്പിന്റെ മാളത്തിൽ കയറിപ്പോയാൽ അതുപോലെ നിങ്ങൾ അനുകരിച്ചുകൊണ്ട് കടന്നു പോകും. അവർ ജൂത ക്രിസ്ത്യാനികളാണോ? അവരല്ലാതെ പിന്നെ ആരാണെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്ക്, വേറൊരു ഹദീസിൽ കാണാ, ഒരു കാലിന്റെ ചെരുപ്പിനോട് മറ്റേ കാലിന്റെ ചെരുപ്പ് സമമാകുന്ന പോലെ. വല്ലാത്ത പ്രയോഗങ്ങളാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? ഒരേ കമ്പനിയുടെ ഒരേ ബ്രാൻഡിന്റെ ചെരുപ്പ് കുറച്ചു കാലിട്ട് തേഞ്ഞ് പിന്നീട് നമ്മൾ അതിൽ ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടാൽ പുതിയതൊരെണ്ണം വാങ്ങിയിട്ട് അതേ കമ്പനിയുടെ അതേ ചെരുപ്പിട്ടാൽ പോലും സമാവില്ല. അതിന്റെ തേയലും അതിന്റെ നടച്ചവും എങ്ങനെ ജൂത ക്രിസ്ത്യാനികളോട് 2 ചെരുപ്പുകൾ സമമാകുന്നുവോ അതുപോലെ നിങ്ങൾ സമാകുന്നാൽ മറ്റുള്ള മതസ്ഥരെ ജയന്തി ആഘോഷിക്കട്ടെ, എല്ലാം കൊണ്ടുവന്നില്ലേ? അതൊക്കെ പ്രവാചകന്റെ ദീനിന്റെ പേരിൽ. ആരുടെ പേരില? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരില. പ്രിയമുള്ളവർ, ഇസ്ലാമിൽ ഒരു കാര്യം മതമാകണമെങ്കിൽ അള്ളാന്റെ ഹബീബ് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കാണിക്കണം. അള്ളാന്റെ ഹബീബ് ചെയ്ത് കാണിച്ചിട്ടില്ല. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം. അത് പ്രവാചകൻ ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് സ്വഹാബത്ത് ചെയ്യുമ്പോ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനാനുവാദം കൊടുക്കണം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ സ്വഹാബത്തിനോട് ഒരു അനുവാദം കൊടുത്തിട്ടുമില്ല. നിങ്ങൾ നോക്കേ, ഇസ്ലാമിൽ എല്ലാ കാര്യങ്ങൾക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ അധ്യാപനം തന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ജുമഅക്ക് വരുമ്പോ എങ്ങനെ വരണം ഇസ്ലാമിൽ പറഞ്ഞില്ലേ? ജുമഅക്ക് വേണ്ടി പ്രത്യേകം കുളിക്കാൻ പറഞ്ഞില്ലേ? വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞില്ലേ നമ്മളോട്? ഇല്ലേ? പ്രിയമുള്ളവരെ, അൽ കഹ്ഫ് സൂറത്തിന്റെ പാരായണം പറഞ്ഞില്ലേ? ആദ്യത്തെ സൊഫിന്റെ പ്രാധാന്യം പറഞ്ഞില്ലേ? വരുന്ന സമയത്തിന്റെ പ്രാധാന്യം പറഞ്ഞില്ലേ? ചെറിയ പെരുന്നാൾ എടുത്തു നോക്ക്, അതിനെന്തൊക്കെ കാര്യങ്ങൾ വേണം? പെരുന്നാളിന് വേണ്ടി കുളിക്കാൻ പറഞ്ഞു, എന്തെങ്കിലും ലഘുവായ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു, മുസല്ലായിലേക്ക് തക്ബീർ ചൊല്ലാൻ, നിസ്കാരം കഴിഞ്ഞാൽ എന്ത് വേണം? ബലിപെരുന്നാളാണോ? കാലിവയറുമായി പുറപ്പെടാൻ, നമസ്കാരം നിർവഹിക്കാൻ, കുട്ടികളെ പങ്കെടുപ്പിക്കാൻ, ഉളഹിയത്ത് ചെറുക്കാൻ എല്ലാം പറഞ്ഞു. ഒരു റബീഉൽ അവ്വൽ 12 ഇത്ര മഹത്തരമാണെങ്കിൽ എന്ത് ചെയ്യാനാണ് അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്?
രാവിലെ ഇന്നത് ചൊല്ലണമെന്ന് പഠിപ്പിച്ചോ, ഇന്ന രീതിയിലൂടെ നിങ്ങൾ ആഘോഷിക്കണമെന്ന് പറഞ്ഞു. ഒരു വാക്കിന്റെ കച്ചിത്തുരുമ്പ് പോലും അള്ളാന്റെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ചാരെ മദീന മസ്ജിദുൻ നബവിയുടെ മിമ്പർ പോലും ജനങ്ങളോട് ആഹ്വാനം ചെയ്തു, ജനങ്ങളെ പുത്തൻ ആധാരമാണ് എന്നിട്ടുദ്ധരിച്ച റസൂലുള്ളാഹിന്റെ വാക്കില്ലേ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു ആധാരം കൊണ്ടുവന്ന് അതിന്റെ മേലെ എന്റെ കൽപ്പന നിങ്ങൾ കാണുന്നില്ലെങ്കിൽ അത് തള്ളിക്കളയണമെന്ന് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസില് അള്ളാന്റെ ഹബീബിനോട് ഒരു തരി സ്നേഹമുണ്ടെങ്കിൽ പ്രവാചകന്റെ ഓരോ ഖുത്ബകളിൽ വഹ്മറത്ത് ഐന, റസൂലുള്ളാഹിന്റെ കണ്ണിങ്ങനെ ചുകന്നുടിക്കും, വഅലാ സൗത, റസൂലുള്ളാഹിന്റെ ശബ്ദമുയരും, വസ്തബ്ദ അളബ, റസൂലുള്ളാഹിന്റെ കോപം ഇങ്ങനെ കഠിനമാകും. റസൂലുള്ളാഹിന്റെ കണ്ണ് ചുവക്ക, റസൂലുള്ളാഹിന്റെ ശബ്ദമുയര, കഅന്നഹു മുൻദിറു ജയ്ഷ്, ഒരു സൈന്യത്തോട് താക്കീത് കൊടുക്കുന്ന പോലെ. അൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചര്യകളിൽ ഏറ്റവും നല്ലത് അള്ളാന്റെ ഹബീബിന്റെ ചര്യയാണ്. വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ, ആ മതത്തിൽ പുതുതായി കടന്നു വരുന്നത് ഷർറാണ്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ ളലാല. ആ ഹദീസിന്റെ ഉദ്ധരണികളിലൂടെ കാണാം, ആ വഴികേടുകൾ ലലാലത്ത് മുഴുവനും നരകത്തിലാണ് എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാ? റസൂലുള്ളാഹിന്റെ ഖുത്ബയിലാണ്, പ്രവാചകൻ മിമ്പറിലാണ് പ്രവാചകന്റെ കണ്ണ് ചുകന്നത്, ഗൗരവത്തോടെ പറഞ്ഞത്. എങ്കിൽ ഒരു പുതിയ ആധാരത്തെ കൊണ്ടുവരാൻ, അനുഷ്ഠാനത്തെ കൊണ്ടുവരാൻ ആരാധികാരം തന്നെ തുമ്മിയിട്ട് അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ എന്നൊരു പദം അധികരിപ്പിച്ചപ്പോ നല്ല അർത്ഥമാണ്, നല്ല പദമാണ്. പക്ഷെ റസൂലുള്ളാഹിനെ ചേർത്ത് വെച്ച, പ്രവാചകനെ പിന്തുടരുന്ന മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വലൈസ ഹകദാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ പറയാൻ അള്ളാന്റെ മുത്ത് റസൂൽ പഠിപ്പിച്ചിട്ടില്ല എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞെന്താ? അൽഹംദുലില്ലാ പഠിപ്പിച്ചതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ കൂടെ വസ്സലാമു അലാ റസൂലില്ലാ, നല്ല പദമല്ലേ, നല്ല അർത്ഥമല്ലേ. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചോ അവിടെ നിൽക്കാൻ ഒരു ബിദ്അത്തും വേണ്ട. അത് നബീനെ മദ്ഹ് പറയാനല്ലേ എന്ന് പറഞ്ഞ്, പ്രിയമുള്ളവരെ, വേദന തോന്നുന്നത് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നുണ പറഞ്ഞവനാണ് എന്ന് സിദ്ദീഖ് മൗലിദിൽ ഒരു പള്ളിയുടെ മിമ്പറിൽ, ജനങ്ങളോട് ഉത്ബോധനം കൊടുക്കേണ്ട മിമ്പറിൽ അള്ളാന്റെ മലായിക്കത്തുകൾ സാക്ഷ്യം നിൽക്കുന്ന ഈ വേളയിൽ ഞാൻ നിങ്ങളോട് പറയാം, തിരിച്ചറിയാതെ പോകരുത്. അള്ളാന്റെ ഹബീബ് നുണ പറഞ്ഞു എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ? നമുക്ക് സഹിക്കാൻ പറ്റുമോ? അത് മദ്ഹാണത്രേ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പദവി ഉയർത്താൻ വേണ്ടി പറഞ്ഞപ്പോ റസൂല് പറഞ്ഞത് കളവായി എന്നും അബൂബക്കർ പറഞ്ഞത് സത്യമായി എന്നും എഴുതി വെച്ചപ്പോ, പ്രിയമുള്ളവരെ, മദീനയുടെ മസ്ജിദുൻ നബവിയിൽ ഇങ്ങനെ കയറി വരുമ്പോഴേ അള്ളാന്റെ ഹബീബിന്റെ മിമ്പറും കടന്ന് റൗള ശരീഫും കടന്ന് പ്രവാചകന്റെ ഖബറിന്റെ ചാരവന്ന അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോ രോമം എഴുന്നേറ്റ് നിൽക്കുന്നത്, കണ്ണ് നിറഞ്ഞൊലിക്കുന്നത്, ഒന്നല്ല 10 അല്ല 100 തവണ കടന്നു വന്നാലും അത് സംഭവിക്കുന്നുവെങ്കിൽ ആ ഹബീബിനെ നെഞ്ചിലേറ്റുന്നത് കൊണ്ടാണ്. അള്ളാന്റെ റസൂൽ നുണ പറയുന്നവനാണെന്ന് പറയുമ്പോ നമ്മുടെയൊക്കെ ശിരസ് വെട്ടി താഴിട്ടാലും നാം അവിടെ കിടന്ന് പറയൂലേ, നമ്മളുടെ ഹബീബിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം മാസൂമായ നബിയാ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ മുത്തനബി മിഅ്റാജ് പോയപ്പോ കോണി വഴുതി താഴേക്ക് വീഴുമ്പോ ഷോൾഡർ കാണിച്ച മൊയ്തി ഷേഖ് രക്ഷപ്പെടുത്തിയതാണെന്ന് ഈ മൗലിദരോട് ആളുകളോട് പറയാം. അള്ളാന്റെ ഹബീബിന്റെ പേരിൽ എത്ര കളവുകൾ. മുത്തനബീനെ മദ്ഹ് പറയുന്നു ഇസ്ലാമിലെതിരല്ല. നമുക്ക് മദ്ഹ് പറയാൻ നമ്മുടെ മുത്തനബി അല്ലാതെ ആരാളേ? നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ അള്ളാന്റെ ഹബീബിന് വേണ്ടിയിട്ടല്ലാതെ ആരാളേ? ധാരാളം സ്വലാത്ത് ചൊല്ലാൻ, ധാരാളം സ്നേഹിക്കാൻ, ധാരാളം മദ്ഹ് പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. എന്നിട്ടും ആ റസൂലിന്റെ അടിമകളാണ് നമ്മളെന്ന്. നബിയെ കാക്കണേ, രക്ഷിക്കണേ, നരകത്തെന്ന് രക്ഷിക്കണേന്ന് തായിഫിന്റെ മണ്ണിൽ കല്ലേറ് കൊണ്ടിങ്ങനെ താഴെ വീഴുമ്പോ ഒന്ന് സഹായിക്കട്ടെ എന്ന് വന്ന് ചോദിച്ച മലക്കിനോടും അവരൊന്നും ചെയ്യല്ലേ, അവരിന്ന് ആരെങ്കിലും ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചെങ്കിൽ അത് വേണമെന്ന് പറഞ്ഞ മുത്ത റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം നൊമ്പൻ അനുഭവിച്ചത് എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവാൻ. പറന്ന് വീണ മക്കയുടെ നാട്ടിനോട് ആട്ടി ഓടിക്കുമ്പോഴും കണ്ണീരോടെ കഅബയെ തിരിഞ്ഞു നോക്കി
ഓടി നടന്ന മണ്ണ്, പിച്ച വെച്ച് നടന്ന മണ്ണ്, പറന്നു വീണ മടിത്തട്ടാൻ, എന്നിട്ട് പോലും സങ്കടത്തോടെ തിരിഞ്ഞു നോക്കി യാത്ര പറയുമ്പോ അല്ലാഹ് സമാധാനിപ്പിച്ചു, നബിയെ ഈ മണ്ണിൽ അങ്ങ് തിരിച്ചു വരും. ഇങ്ങനൊക്കെ ത്യാഗം അനുഭവിച്ച്, നൊമ്പരം അനുഭവിച്ച്, ജീവിതത്തിൽ ഒരിക്കപ്പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ അള്ളാന്റെ ഹബീബിന് കഴിഞ്ഞിട്ടില്ല, ഒരിക്കപ്പോലും. അങ്ങനൊക്കെ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ പേക്കൂത്തുകളുടെ പേര് പറഞ്ഞ് ചവിട്ടി മതക്കുമ്പോ റസൂൽ അങ്ങയുടെ അടിമകളാണ് ഞങ്ങളെന്ന് ഈ റബീഉൽ അവ്വലിന്റെ ഭാഗമായിട്ട് പറയുമ്പോ എനിക്ക് വേണ്ടത് എന്റെ മുത്തനബി പറഞ്ഞ സിഖത്തുൻ നാജിയ, രക്ഷപ്പെടുന്ന വിഭാഗം. അവിടെ റസൂൽ പറഞ്ഞ മുസ്ലിങ്ങൾ എത്ര തിരിഞ്ഞോട്ടെ, അവിടെ ആര് രക്ഷപ്പെടുന്നത്? ഒരു സംഘടനയുടെ പേരും പറഞ്ഞില്ല. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നയം പറഞ്ഞു. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഇന്ന് ഏതൊരു നിലപാടിലുണ്ടോ ആ നിലപാടിലുള്ളവർ. അതിന് പിൽക്കാലക്കാർ കൊണ്ടുവന്നത് നമുക്ക് വേണ്ട. അല്ലാഹു സുബ്ഹാനഹു തആല ഹക്ക് മനസ്സിലാക്കി ഹക്കിന്റെ മാർഗത്തിലൂടെ ജീവിച്ച് പൂർണ്ണമായ തൗഹീദോടെ ലോകത്തോട് വിട പറയാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇപ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകളൊക്കെ അത് കൊണ്ടു നടക്കുന്നത് വരുന്ന തിങ്കളാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ജനിച്ചു എന്നുള്ളതിന് കൃത്യമായ രേഖകളില്ല ദിവസങ്ങളിൽ. പക്ഷേ ഒന്ന് മാത്രം വ്യക്തമാണ്, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ആ തിങ്കളാഴ്ചയിൽ എന്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിം 1172 നമ്പർ ഹദീസാണ്. സുഇല അൻ സൗമി യൗമിൽ ഇത്നൈൻ, തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഫീഹി വുലിതു, ആ തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത്. വബുഇസ്തു, എന്നെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. ഔ ഉൻസില അലയ്യൽ ഖുർആൻ, അതല്ലെങ്കിൽ എനിക്ക് ഖുർആൻ അവതീർണമായതും തിങ്കളാഴ്ചയാണ്. ഞാൻ ജനിച്ചത്, എന്നെ നബിയായി നിയോഗിച്ചത്, എനിക്ക് ഖുർആൻ അവതീർണമായത് തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുല്ല ഉമർ എന്ന പച്ച ഷിയ വിശ്വാസി പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിച്ച് ആഘോഷിച്ചോളാൻ. മുത്തുനബീനെ നെഞ്ചിലേറ്റുന്നവർക്ക് ഇതൊരു പാഠമാണ്. അള്ളാന്റെ ഹബീബിന്റെ റിസാലത്തിന്റെ പൂച്ചുണ്ടുകൊണ്ട് തിങ്കളാഴ്ച നോമ്പെടുക്കാൻ പറഞ്ഞതിന് സമൂഹം അനുസരിക്കുമോ? അതല്ല, മുല്ല ഉമർ എന്ന ഷിയ പറഞ്ഞ പോലെ ഭക്ഷണം കൊണ്ട് ആഘോഷിക്കുമോ? അവിടെ തിരിയാം മുത്തുനബിയുടെ കൂടെ നിൽക്കുന്നവരാരാണെന്ന്, അവിടെ തിരിയാം ഹബീബിന്റെ മാർഗം സ്വീകരിക്കുന്നവരാരാണെന്ന്. പ്രിയമുള്ളവരെ, ആ സുന്നത്ത് നോമ്പെടുക്കുന്നത് ആ ദിവസങ്ങളിൽ ആളുകൾക്ക് ആഘോഷിക്കാൻ മാത്രമാണ്. നോക്ക്, സുബഹിക്ക് പോലും ആ കേവലം ഒരു റാലിയിൽ നിൽക്കുന്ന ആളുകളോട് ഒന്ന് അനൗൺസ് ചെയ്താൽ ഇന്ന് സുബഹി നിസ്കരിച്ചവർക്ക് മാത്രം റാലിയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. പ്രിയമുള്ളവരെ, കുറച്ചാളുകളല്ലാതെ എല്ലാവരെയും അടച്ചാക്ഷേപിച്ചു പറയല്ല. അള്ളാന്റെ ഹബീബിനെ നമുക്ക് സ്നേഹിക്കണം. എങ്ങനെ? പ്രവാചകനെ ജീവിതത്തിൽ പകർത്ത, ഇത്തിബാ ചെയ്യുക, പിന്തുടരുക. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ ശിരസ വഹിക്കുക. പൂർണ്ണമായ അനുസരണം അള്ളാഹുവിനോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും കൊടുക്കുക. അതാ മുത്തുനബിയെ സ്നേഹിക്കാനുള്ളത്, നെഞ്ചിലേറ്റാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി ജീവിക്കാൻ. അങ്ങനെ വരുമ്പോ എന്റെ റസൂലിന് ഇഷ്ടമില്ലാത്ത ഇതര മത ആഘോഷങ്ങളും ആചാരങ്ങളും, ആര് ചാടിക്കളിച്ചാലും, ആര് തുള്ളിക്കളിച്ചാലും, ആര് യൂണിഫോമിന്റെ ഡ്രസ്സിട്ട് പായസം വിളമ്പിയാലും അതെന്റെ ഹബീബിന്റെ മാർഗമല്ല എന്ന് മനസ്സിലാക്കുമ്പോ വിട്ടുനിൽക്കാനുള്ള ഈമാൻ കിട്ടും. എന്റെ ഹബീബ് എന്റെ നെഞ്ചിലുണ്ടെങ്കിൽ എന്ന ഒരു ഈമാനികമായൊരു ബോധ്യത്തിൽ കടന്നു വരാൻ നമ്മൾ തയ്യാറാവാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു സഹോദരന് തലച്ചോറിലെ ഇൻഫെക്ഷൻ വളരെ മാരകമായ രൂപത്തിലൂടെ കടന്നു വന്ന് അദ്ദേഹത്തിന് വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഇപ്പോ വെന്റിലേറ്ററിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണ്.
വളരെ ചെറുപ്പക്കാരനാണ്, ചെറിയ പ്രായമുള്ള ഒരാളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഖൈർ കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആ വേദനകൾക്ക് അദ്ദേഹത്തിന് ശമനം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 12 വയസ്സുള്ള നമ്മുടെ ഒരു സഹോദരന്റെ ചെറിയൊരു മോൻ മജ്ജ ഉരുകുന്ന രൂപത്തിൽ ഒരു രോഗം വന്ന് ആ കുട്ടിയും വല്ലാത്ത പ്രയാസത്തിലാണ്. അതിനൊരു മെഡിസിൻ കൊണ്ടൊരു ശമനം കിട്ടുന്നില്ല, വേദനയ്ക്ക് ശമനം വരുന്നില്ല. എന്തിനും കഴിവുള്ള ഖദീറായ റബ്ബേ, ഷാഫിയായ അല്ലാഹ് ഷിഫാജിൽ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മോന് സമാധാനം കൊടുക്കണേ അല്ലാഹ്, കുടുംബത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفح وفي عزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.